ഹലോ, ഐ എം നാഫിയ ഫ്രം ജോവീസ് പെർഫെക്റ്റ് അക്കാഡമി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത്. ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോസ്ട്രഫി ആൻഡ് ക്യാപിറ്റലൈസേഷൻ. എന്താണ് ഈ അപ്പോസ്ട്രഫി, എന്താണ് ഈ ക്യാപിറ്റലൈസേഷൻ? അപ്പോസ്ട്രഫി എന്ന് പറയുന്ന ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ, അപ്പോസ്ട്രഫി എന്താണെന്നുള്ളത്. അത് നമ്മൾ സെൻറ്റൻസ് എഴുതുന്നതിൻ്റെ ഇടയിൽ ഒരു ഇപ്പോൾ ഇറ്റ്സ് എന്ന് പറയില്ലേ, അപ്പോൾ ഇറ്റ്സ് അല്ലെങ്കിൽ കനോട്ട് എന്നുള്ളതിൽ നമ്മൾ കാണ്ട് എന്ന് യൂസ് ചെയ്യുമ്പോൾ ആ കോൺട്രാക്ഷൻസ് ഫോമിലൊക്കെ ഏറ്റവും മുകളിലായിട്ട് ടീൻ്റെ ഇടയിലായിട്ട് മുകളിലായിട്ടൊരു കുഞ്ഞൊരു കോമ പോലത്തെ ഒരു സംഭവം കാണില്ലേ, അതാണ് ഈ അപ്പോസ്ട്രഫി എന്ന് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു പിടുത്തം കിട്ടും. ക്യാപിറ്റൽ എന്താണ് ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്? അതായത് നമ്മുടെ ആൽഫബറ്റ് പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, അതായത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എവിടെയൊക്കെ യൂസ് ചെയ്യണം, എവിടെയൊക്കെ യൂസ് ചെയ്യേണ്ട, എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോസ്ട്രഫി ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് നമ്മൾ അപ്പോസ്ട്രഫീസ് പറയുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സെൻറ്റൻസുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ അപ്പോസ്ട്രഫീസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അപ്പോസ്ട്രഫീസ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ. ഇനി അത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, എന്നാലും എല്ലാവർക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് അപ്പോസ്ട്രഫി എന്താണെന്നുള്ളത് നോക്കാം. An apostrophe is a punctuation mark used for two main purpose. രണ്ട് മെയിൻ പേർപ്പസിനാണ് നമ്മളുടെ അപ്പോസ്ട്രഫീസ് യൂസ് ചെയ്യുന്നത്. അപ്പോസ്ട്രഫി എന്ന് പറയുന്നത് നമ്മളുടെ പങ്ക്ച്വേഷൻ മാർക്കാണ് അല്ലേ. നമുക്ക് ഒരുപാട് പങ്ക്ച്വേഷൻ മാർക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക്, കോലൻ, ഡബിൾ കൊട്ടേഷൻ മാർക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ടൈപ്സ് ഓഫ് ഇതിനെയാണ് നമ്മൾ പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പങ്ക്ച്വേഷൻ മാർക്കിൻ്റെ ഗ്രൂപ്പിൽ പെടുന്ന ഒരാളാണ് ഈ പറയുന്ന അപ്പോസ്ട്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഈ അപ്പോസ്ട്രഫീനെ നമ്മൾ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ രീതിയാണെന്ന് നോക്കാം. ഒന്ന്, ഷോയിങ് പൊസഷൻ, ദാറ്റ് ഈസ് ഓണർഷിപ്പ്. എന്തിൻ്റെയെങ്കിലും ഉടമസ്ഥ അവകാശം കാണിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ ഒരു സ്ഥലത്ത് നമ്മൾ അപ്പോസ്ട്രഫി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, അവൻ്റെ കാർ, നിൻ്റെ കാറ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അവളുടെ കാറ്, അവളുടെ വീട്. അപ്പോൾ അവളുടെ വീട്, അവൻ്റെ കാറ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് ഒരാളുടെ ഓണർഷിപ്പിലുള്ളതാണ്, ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ, നിൻ്റെ, എൻ്റെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു പൊസഷൻ പറയുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ അപ്പോസ്ട്രഫി യൂസ് ചെയ്യുന്ന സ്ഥലം. പൊസഷൻ, ഷോയിങ് പൊസഷൻ, ദാറ്റ് ഈസ് ഓണർഷിപ്പ്. ദെൻ ഷോയിങ് ഒമിഷൻ, അതായത് മിസ്സിംഗ് ലെറ്റേഴ്സ് ആൻഡ് കോൺട്രാക്ഷൻസ്. നമ്മൾ പറഞ്ഞു, ഞാൻ സ്റ്റാർട്ടിങ്ങിനെ പറഞ്ഞു കനോട്ട്. ആ കനോട്ട് എന്നുള്ളതിനെ നമ്മൾ ചുരുക്കി പറയുന്നതാണ് കാണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഐ ഡു നോട്ട് എന്ന് പറയും. പക്ഷേ ഐ ഡു നോട്ടിനെ നമ്മൾ ഒരു സിംപ്ലിഫൈ ചെയ്ത് വളരെ നേറ്റീവ് സ്പീക്കറിനെ പോലെ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കോൺട്രാക്ഷൻ ഫോം യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഐ ഡോണ്ട്, അപ്പോൾ ഐ ഡോണ്ടിൻ്റെ അവിടെയായിട്ട് മുകളിലിരിക്കുന്ന ഒരു കുഞ്ഞു സാധനം, വലിയൊരു കോമ, അതാണ് ഈ പറയുന്ന അപ്പോസ്ട്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്ഥലം ഇതാണ് മിസ്സിംഗ് ലെറ്റേഴ്സ് ആൻഡ് കോൺട്രാക്ഷൻസ്. അതായത് മിസ്സായ അവിടെ ആ ലെറ്റേഴ്സിനെ ഇത് ജസ്റ്റ് ഒന്ന് ജസ്റ്റിഫൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടുന്നതാണ് രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഷോയിങ് പൊസഷൻ, ഷോയിങ് ഒമിഷൻ. അപ്പോൾ ഇതാണ് രണ്ട് പേർപ്പസിനായിട്ട് നമ്മൾ അപ്പോസ്ട്രഫി യൂസ് ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾ നോക്കാം. ഷോയിങ് പൊസഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് വരുന്നതെന്ന് നോക്കാം. ഷോയിങ് പൊസഷൻ, ദാറ്റ് ഈസ് ഓണർഷിപ്പ് അല്ലേ. ഇറ്റ് ഷോസ് ദാറ്റ് സംതിങ് ബിലോങ്സ് ടു സമൺ ഓർ സംതിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിൻ്റെ കാറ്, അല്ലെങ്കിൽ അവളുടെ കാറ്, അവളുടെ വീട്, അവൻ്റെ പൂച്ചക്കുട്ടി, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഇറ്റ് ഷോസ് സംതിങ് ബിലോങ്സ് ടു സമൺ, ആരുടെയോ ഒരാളുടെ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഷോയിങ് പൊസഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കി എങ്ങനെയാണ്. സിംഗുലർ നൗണ്, അതിൻ്റെ കൂടെ ആ ഒരു അപ്പോസ്ട്രഫി എസ് ഇട്ട, അതെ ഇതാണ് ആ എസിൻ്റെ സൈഡിലിരിക്കുന്ന കുഞ്ഞു കോമലത്തെ സാധനമാണ് ഈ അപ്പോസ്ട്രഫി. ആള് ചെറുതാണ്, പക്ഷെ അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ സിംഗുലർ നൗൺ ആയിരിക്കും, അതിൻ്റെ കൂടെ അപ്പോസ്ട്രഫി ആ ഒരു പങ്ക്ച്വേഷൻ മാർക്ക് ഇട്ടിട്ട് എസ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കിയേ, ദിസ് ഈസ് രവീസ് ബുക്ക്. ഇത് രവിയുടെ പുസ്തകമാണ്. ബുക്ക് ഈസ് ബിലോങ്സ് ടു രവി. അതായത് ബുക്ക് രവിയുടെ ബുക്കാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്പോസ്ട്രഫി ഇടാതെ ദിസ് ഈസ് രവി ബുക്ക്, ദിസ് ഈസ് രവി ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു മീനിങ് ഫുൾ ആയിട്ട് കിട്ടുന്നില്ലല്ലേ. എന്തൊക്കെയോ ഒന്ന് മിസ്സായ പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. വെറുതെ നമ്മൾ ചെന്നിട്ട് ദിസ് ഈസ് രവി ബുക്ക്,
രവി ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് രവി എന്ന് പറയുന്നത് നമ്മുടെ സിംഗുലർ നൗൺ ആണ്. അപ്പോൾ ആ നൗണിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ദിസ് ഈസ് രവീസ് ബുക്ക്, അത് രവിയുടെ പുസ്തകമാണ്, അത് അവൻ്റെ പുസ്തകമാണ്. അപ്പോൾ വലിയൊരു പുസ്തകമല്ല. ഇപ്പം ഞാൻ പറയില്ല ഇത് എൻ്റെ പുസ്തകമാണെന്ന്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ, കറക്റ്റായിട്ടുള്ള ഓണർ നമ്മളാണ്. അപ്പോൾ എന്താണ് ആ ഒരു പുസ്തകത്തിൻ്റെ ഓണറെ കാണിക്കാൻ വേണ്ടി, അതാണ് ഓണർഷിപ്പ്, പൊസഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ രവീസ് എന്ന് ആഡ് ചെയ്തത്. ദിസ് ഈസ് രവീസ് ബുക്ക്. ഓക്കെ, ഇനി അടുത്തത്, അതായത് നമ്മൾ പൊസഷൻ കാണിക്കുന്ന രണ്ടാമത്തെ ഒരു സ്ഥലം പ്ലൂരൽ നൗൺസ് എൻഡിങ് വിത്ത് എസ്. അത് പ്ലൂരൽ നൗണുകൾ, പ്ലൂരൽ എന്തായാലും എസ് വെച്ചാൽ എൻഡ് ചെയ്യുക അല്ലേ. അപ്പോൾ പ്ലൂരൽ നൗൺസ് എൻഡിങ് വിത്ത് എസ് പ്ലസ് ഓൺലി ആൻഡ് അപ്പോസ്ട്രഫി. അവിടെ എന്താണ്, അവിടെ ഒരു ചെറിയൊരു അപ്പോസ്ട്രഫി കൊടുത്തിട്ടാണ് നമ്മൾ പറയുക. ഫോർ എക്സാമ്പിൾ ദ ടീച്ചേഴ്സ്, എസ് കഴിഞ്ഞിട്ട് ശേഷമാണ് അതിൻ്റെ സൈഡിലാണ് നമ്മൾ അപ്പോസ്ട്രഫി കൊടുത്തേക്കുന്നത്. കണ്ടോ, അതിൻ്റെ ഇടയിലല്ല പറയുന്നത്. ആ എസ് എന്ന് പറയുന്നത് പ്ലൂരൽ ഫോംസ് ആണ്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അധ്യാപകർ എന്നാണ് പറഞ്ഞത് അല്ലേ, കുറേ അധ്യാപകരുണ്ട്. അപ്പോൾ ആ അധ്യാപകരുടെ കഴിഞ്ഞിട്ട് ദാറ്റ് ഈസ് ഓൾവേസ് ഇൻ ദ പ്ലൂരൽ ഫോം അല്ലേ. അധ്യാപകർ കുറേ, ഒന്നിൽ കൂടുതൽ അധ്യാപകരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചേഴ്സ്, ദാറ്റ് ഈസ് പ്ലൂരൽ ഫോം. നമ്മൾ ഇതനുസരിച്ചിട്ട് എന്താ, പ്ലൂരൽ നൗൺസ് എൻഡിങ് വിത്ത് എസ്. എന്തായാലും പ്ലൂരൽ നൗൺസ് എസ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പ്ലൂരൽ നൗൺസ് എൻഡ് വിത്ത് എസ് ഓൺലി ആൻ അപ്പോസ്ട്രോഫി. അവിടെ അതിന് ശേഷം മാത്രമാണ് അപ്പോസ്ട്രോഫി ഇടാൻ പാടുള്ളൂ. അതാണ് ടീച്ചേഴ്സ് എന്ന് കഴിഞ്ഞിട്ടുള്ള ആ എസ്സിന് ശേഷം കൊണ്ടുപോയാണ് നമ്മൾ അപ്പോസ്ട്രോഫി ഇട്ടേക്കുന്നത്. അതല്ല ടീച്ചറിൻ്റെ എന്ന് പറയാനാണെങ്കിൽ അവിടെ നമുക്ക് ആറ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അപ്പോസ്ട്രോഫി കൊടുത്തിട്ട് എസ് ഇടാമായിരുന്നു. ടീച്ചറിൻ്റെ, ഒരു ടീച്ചറിനെ മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇത് പ്ലൂരൽ ഫോമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദ ടീച്ചേഴ്സ് റൂം ഈസ് ബിഗ്, അധ്യാപകരുടെ മുറി വലുതാണ്. അപ്പോൾ ആ വലിയൊരു മുറിയിൽ ഒരു അധ്യാപകൻ മാത്രമല്ലല്ലോ, ഒരുപാട് അധ്യാപകരുണ്ടാവും. അപ്പോൾ ആ അധ്യാപകരുടെ മുറി എന്താണ്, വളരെ വലുതാണ്. അപ്പോൾ റൂം ഈസ് ആക്ച്വലി ബിലോങ്സ് ടു മെനി ടീച്ചേഴ്സ്. എല്ലാ ടീച്ചേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അധ്യാപകരുടെ മുറി എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ അപ്പോസ്ട്രോഫി ഇട്ടേക്കുന്ന സ്ഥലം നോക്കിയപ്പോൾ മിക്കവർക്കും ഒരു തെറ്റ് വരുന്ന സ്ഥലമാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ ടീച്ചേഴ്സ് അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് അപ്പോസ്ട്രോഫി ഇടും. നമ്മൾക്കായാലും തെറ്റ് വരുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ അപ്പോസ്ട്രോഫി. കാര്യം ചെറുതാണ്, പക്ഷെ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ മീനിങ് അടക്കം മാറിപ്പോകുന്നൊരു സിറ്റുവേഷൻ വരാറുണ്ട് അല്ലേ. അപ്പോൾ അപ്പോസ്ട്രോഫിയൊക്കെ വരുന്ന കേസിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടണമെങ്കിൽ. അല്ലെങ്കിൽ മീനിങ് തമ്മിൽ നമ്മൾ മറ്റുള്ളവരോട് കൺവേ ചെയ്യുന്ന മീനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. നേരത്തെ പറഞ്ഞത് അത് രവിയുടെ പുസ്തകമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു ഓണർഷിപ്പ് കാണിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഒരാളുള്ളൂ, സിംഗുലർ നൗൺ ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് വന്നേക്കുന്ന പ്ലൂരൽ നൗൺസ് എന്തായാലും എസ് വെച്ച് എൻഡ് ചെയ്യും. അപ്പോൾ പ്ലൂരൽ നൗൺസ് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ എവിടെയാണ് അപ്പോസ്ട്രോഫി കൊടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞത്. കണ്ടോ, അപ്പോൾ ആ ഒരുപാട് അധ്യാപകരിരിക്കുന്ന മുറി വളരെ വലുതാണെന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇനി അടുത്തൊരു പ്ലേസ് എന്ന് പറയുന്നത്, ഇതൊക്കെ പറയുന്നത് പൊസഷൻ കാണിക്കുന്ന സ്ഥലമാണ് കേട്ടോ. പ്ലൂരൽ നൗൺസ് നോട്ട് എൻഡിങ് വിത്ത് എസ്. ഇനി പ്ലൂരൽ നൗൺ, ചില പ്ലൂരൽ നൗണുകളുണ്ട് അത് എസ് വെച്ച് എൻഡ് ചെയ്യാത്ത ചില പ്ലൂരൽ നൗണുകളുണ്ട്. അപ്പോൾ പ്ലൂരൽ നൗൺസ് നോട്ട് എൻഡിങ് വിത്ത് എസ് ആണെങ്കിൽ അവിടെ അപ്പോസ്ട്രോഫി എസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കുക, ദ ചിൽഡ്രൻ എന്നുള്ളത് എന്താണ്, ചൈൽഡ് എന്ന് പറയുന്നതിൻ്റെ പ്ലൂരൽ ഫോമാണ് ചിൽഡ്രൻ. അവിടെ എങ്ങനെയാണ്, എസ് വെച്ചിട്ടല്ലല്ലോ എൻഡ് ചെയ്തത്. ടീച്ചേഴ്സിൻ്റെ കേസിൽ ടീച്ചേഴ്സ് എന്നുള്ളത് എസ് വെച്ചിട്ടായിരുന്നു എൻഡ് ചെയ്തിരുന്നത്. പക്ഷേ ഹിയർ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂരലാണ്, ബട്ട് അത് എസ് വെച്ചിട്ടല്ല എൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ചിൽഡ്രൻ, ജസ്റ്റ് ചിൽഡ്രൻ. അപ്പം അങ്ങനെ വരുന്ന കേസിൽ എസ് വെച്ച് എൻഡ് ചെയ്യാത്ത പ്ലൂരൽ ഫോം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്പോസ്ട്രോഫി ഇട്ട് കൊടുത്തിട്ട് വേണം എസ് ആഡ് ചെയ്യാൻ. കണ്ടോ, ചിൽഡ്രൻസ് ടോയ്സ് ആർ ന്യൂ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ പുതിയതാണ്. ഓക്കെ, അപ്പം കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ചിൽഡ്രൻസിൻ്റെ, കുട്ടികളുടെ ടോയാണ്. അവിടെ എന്താണ്, പൊസഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ പ്ലൂരൽ ഫോമാണ് മാത്രം. ഇനി അടുത്തത്, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓണർഷിപ്പ് കാണിക്കുമ്പോൾ ഉണ്ടായ ചില സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഷോയിങ് ഒമിഷൻ, ദാറ്റ് ഈസ് കോൺട്രാക്ഷൻ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ കനോട്ട്, കാണ്ട്, ഐ ഡു നോട്ട്, ഐ ഡോണ്ട്, ഐ വിൽ നോട്ട്, ഐ വോണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അങ്ങനത്തെ കോൺട്രാക്ഷൻസ് ഫോം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോസ്ട്രോഫി വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഷോസ് മിസ്സിംഗ് ലെറ്റേഴ്സ്
when two words are joined, രണ്ട് വേർഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മിസ്സായി പോയ വേർഡ്സിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു വേർഡ് അവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അപ്പോസ്ട്രഫി യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഡു നോട്ട്, ആ ഡു നോട്ടിന് പകരം നമ്മൾ എങ്ങനെ എഴുതും, ഡോണ്ട്. ഓക്കെ, ദെൻ ഈസ് നോട്ട്, isn't. ഓക്കെ, can not, can't. ദെൻ am, രണ്ടും തന്നെയാണ്, പക്ഷേ എ എന്നുള്ളത് കട്ട് ചെയ്തിട്ട് അവിടെ അപ്പോസ്ട്രഫി ഇട്ട് കൊടുത്തിട്ടാണ് ആം എന്ന് പറഞ്ഞത്. ദെൻ ദേ ആർ എന്നുള്ളത് അവിടെ നമ്മൾ എ കട്ട് ചെയ്തിട്ട് അപ്പോസ്ട്രഫി ഇട്ട് കൊടുത്തിട്ടാണ് RE കൊടുത്തേക്കുന്നത്. അതായത് അവിടെ ഒരു മിസ് ഒമിറ്റ് ചെയ്ത് കളഞ്ഞാണ് നമ്മൾ വേർഡ്സ്. അതായത് നമ്മൾ ഇച്ചിരി കൂടി വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡു നോട്ട്, കനോട്ട് എന്നൊക്കെ മാറ്റിയിട്ട് കാൻറ്റ്, ഡോണ്ട് എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇച്ചിരി കൂടി നല്ല ബെറ്റർ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ അത്രയും വലിച്ചു നീട്ടി പറയാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ കോൺട്രാക്ഷൻസ് പൊതുവേ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, അപ്പോസ്ട്രഫീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അപ്പോസ്ട്രഫീസ് യൂസ് ചെയ്തേക്കുന്ന സ്ഥലങ്ങൾ. ഇനി ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഞാൻ തുടക്കത്തിൽ ഒരു ഹിൻഡ് തന്നിരുന്നു. അതായത് ക്യാപിറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലേ, നമ്മൾ ആൽഫബറ്റിന് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ എന്തുദ്ദേശിക്കുന്നത്, എവിടേക്കാണ് നമ്മൾ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്, എവിടേക്കാണ് ക്യാപിറ്റൽ കൊടുക്കാണ്ടാത്തതെന്നൊക്കെ. ഇപ്പോൾ ചിലവർ ക്യാപിറ്റൽ കൊടുക്കേണ്ടടുത്ത് സ്മോൾ ലെറ്റർ കൊടുക്കും. ഓക്കെ, സ്മോൾ ലെറ്റർ കൊടുക്കേണ്ടടുത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കും. അപ്പോൾ അതും മിക്കവർക്കും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് ക്യാപിറ്റൽ കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എഴുതുന്നതിൽ തെറ്റുകൾ വരാം. അല്ലെങ്കിൽ എക്സാമിനൊക്കെയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ, ഇതിൽ വേറെ വല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ സ്കോറ് പോകുന്നത് കൂടുതൽ ഈ ഒരു സ്ഥലത്തിലാണ്. ക്യാപിറ്റൽ ആക്കേണ്ട സ്ഥലത്ത് കറക്റ്റ് ക്യാപിറ്റൽ ആക്കാതെ അവിടെ കൊണ്ടുപോയി സ്മോൾ ലെറ്റർ കൊടുക്കും. അങ്ങനെ മിക്കവർക്കും സംശയമുള്ള ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് നോക്കാം കേട്ടോ. ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് നോക്കാം. ഓൾവേസ് ക്യാപിറ്റലൈസ്. ഇനി എവിടേക്കാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വേർഡ് ഓഫ് എ സെൻറ്റൻസ് എന്താ, ബേസിക്കലി ഇതൊക്കെ ചിലവർക്ക് അറിയാൻ പറ്റും, ഇത് ബേസിക്കാണ്. കാരണം നമ്മളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താണ്, നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരെങ്കിലും അതിൽ ചിലവർ എന്ത് ചെയ്യും, സ്മോൾ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ വിരുദ്ധന്മാരും വിദഗ്ധകളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം അവർക്ക് അറിയാൻ പാടില്ലാട്ടാണോ എന്നറിയില്ല, മേ ബി അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും നമ്മളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാതിരിക്കരുത്. അത് കഴിഞ്ഞിട്ട് ഇടയിൽ എന്തെങ്കിലും സ്മോൾ ലെറ്റർ വന്നാൽ ഓക്കെ. ഒരു സംഭവം നമ്മൾ പുതുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേർഡ് ഓഫ് എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ആ ഒരു ഇത് ക്യാപിറ്റൽ കൊടുക്കുക. ഇവിടെ നോക്കേ, ഹീ ഈസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടറാണ്. അപ്പം ഹീ എന്ന് പറയുന്നത് ഒരു നൗണാണ് അല്ലേ, അവൻ. അപ്പോൾ ഹീൻ്റെ എച്ച് നമ്മൾ ക്യാപിറ്റലായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു നൗണാണ്, ഒരാളെക്കുറിച്ചാണ് പറയുന്നത്, അവൻ ഡോക്ടറാണ്. അപ്പോൾ അവൻ ഡോക്ടറാണെന്ന് പറയുമ്പോൾ ചില്ലറക്കാരനല്ലല്ലോ ഡോക്ടർ അല്ലേ. അപ്പോൾ അവൻ ഡോക്ടറാണെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, നമ്മൾ എച്ച് സ്മോൾ ലെറ്റർ ആക്കിയാൽ ആ ഒരു കാണുമ്പോൾ തന്നെ ആ സെൻറ്റൻസിനൊരു ഭംഗി വരില്ല. എന്തായാലും ഹീ ഈസ് എ ഡോക്ടർ, ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനെ പറയാണ്, അവൻ ഒരു ഡോക്ടറാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ക്യാപിറ്റൽ യൂസ് ചെയ്തേ പറ്റും. അപ്പോൾ ഹീ ഈസ് എ ഡോക്ടർ, അവിടെ എന്താ നമ്മൾ എച്ച് ആണ് ആഡ് ചെയ്തത് അല്ലേ. ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗൺസ്. നമുക്കറിയാം, പാർട്സ് ഓഫ് സ്പീച്ചൊക്കെ പഠിച്ചപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, നമുക്ക് 2 types ഓഫ് നൗൺ, 2 types അല്ല, ഒരുപാട് ടൈപ്സ് ഓഫ് നൗണുകളുണ്ട്. അതിലൊന്നാണ് പ്രോപ്പർ നൗണും ജനറൽ നൗണും അല്ലേ. അപ്പോൾ അതിൽ പ്രോപ്പർ നൗണുകൾ വരുമ്പോൾ, പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, ഡേയ്സ്, മന്ത്സ് എക്സെട്ര. ഇതൊക്കെയാണ് നമ്മളുടെ പ്രോപ്പർ നൗണുകളായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രോപ്പർ നൗണുകൾ വരുമ്പോൾ നമ്മൾ എന്തായാലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ യൂസ് ചെയ്യണം. ഒരാളുടെ പേര് പറയുമ്പോഴായാലും, ഇപ്പം എൻ്റെ പേര് നാഫിയ, അപ്പം നാഫിയ എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം അല്ലേ. ഒരാളുടെ പേര്, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേസിൻ്റെ പേര് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും ക്യാപിറ്റൽ തന്നെ യൂസ് ചെയ്യണം. അത് ഓക്കെ. എക്സാമ്പിൾ രവി എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. ഇന്ത്യ എന്ന് പറയുന്നതൊരു സ്ഥലം, ഐ മീൻ ഒരു കൺട്രിയാണ് ഇന്ത്യ.
മൺഡേ, ജാനുവരി, ഇതൊക്കെ എന്താണ് ആ ഒരു മന്ത്, ഡേ അല്ലെങ്കിൽ നമ്മളുടെ കൺട്രി, ഐ മീൻ സ്ഥലം, ആൻഡ് ഓൾസോ ഒരാളുടെ പേര്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ദ പ്രോനൗൺ ഐ. ചിലവർക്ക് പറ്റുന്ന പല തെറ്റാണ്. നമ്മൾ ആദ്യത്തേൽ ചിലപ്പോൾ ഐ എന്നുള്ളത് ക്യാപിറ്റലിടും, പിന്നെ ഇൻ ബിറ്റ്വീൻ സെൻറ്റൻസിൽ വരുമ്പോൾ മിക്കപ്പോഴും അവർ ഐ സ്മോൾ ലെറ്റർ ആക്കി എഴുതും. പക്ഷെ അത് തെറ്റാണ്, അങ്ങനെ എഴുതരുത്. ഐ ഇൻ ബിറ്റ്വീൻ നമ്മളുടെ സെൻറ്റൻസിൽ വന്നാലും അല്ലാതെ ഫസ്റ്റ് ഇതായിട്ട് വന്നാലും എവിടെയായാലും നമ്മൾ ഐനെ എപ്പോഴും ക്യാപിറ്റലിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എപ്പോഴും എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞ പോലെ ഇൻ ബിറ്റ്വീൻ സെൻറ്റൻസിൻ്റെ ഇടയിൽ വന്നാൽ പോലും നമ്മൾ ഐനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ ഉപയോഗിക്കണം. അവിടെ കൊണ്ടുപോയി സ്മോൾ ലെറ്റർ ഇടരുത്. മിക്കപ്പോഴും നമുക്ക് പണ്ട് കുഞ്ഞിലെ സ്കൂളിലൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഐ സ്മോൾ ലെറ്റർ എഴുതി ചില സമയത്ത് ഐ സ്മോൾ ലെറ്ററിൽ എഴുതും. പക്ഷേ ആക്ച്വലി അത് തെറ്റാണ്. പക്ഷെ നമ്മൾ അങ്ങനെ എഴുതി ആ ഒരു ഫോളോ അപ്പിൽ വന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഐ വീണ്ടും നമ്മൾ സെൻറ്റൻസിൻ്റെ ഇടയിൽ വന്നാലും ഐനെ സ്മോൾ ലെറ്റർ ആക്കി കൊടുക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഐനെ എപ്പോഴും നമ്മൾ ഏത് ഇതിൽ വന്നാലും ഐനെ ക്യാപിറ്റൽ ചെയ്ത് തന്നെ കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നെയിം ഓഫ് ലാംഗ്വേജസ്, റിലീജിയൻസ് ആൻഡ് നാഷണാലിറ്റീസ്. ഇതൊക്കെ വരുമ്പോൾ എന്തായാലും നമ്മൾ ക്യാപിറ്റലിൽ തന്നെ കൊടുക്കണം. എന്തൊക്കെ? നെയിം ഓഫ് ലാംഗ്വേജസ്. അതൊക്കെ എന്താ, ലാംഗ്വേജസ്, റിലീജിയൻ എന്നൊക്കെ പറയുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സംതിങ് ഇതാണ്. അപ്പോൾ അതിനെയൊക്കെ ഇച്ചിരും കൂടി ഒന്ന് നമ്മൾ ഇതാക്കി പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഈ ക്യാപിറ്റൽ എഴുതുക. മിക്കവരും ഇംഗ്ലീഷിൻ്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതാൻ മറന്നു പോകാറുണ്ട്. ഇനി മറക്കരുത് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞു തന്നെ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, ഇന്ത്യൻ, ഇതൊക്കെ എന്താ, അതൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എപ്പോഴും കൊടുക്കേണ്ടത്. അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി സ്മോൾ ലെറ്ററിൽ കൊടുക്കരുത്. എപ്പോഴും ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ടൈറ്റിൽസ് ഓഫ് ബുക്സ്, മൂവീസ് എക്സെട്ര. ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ടൈറ്റിലോ അല്ലെങ്കിൽ മൂവീസോ ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യണം? ക്യാപിറ്റൽ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു ബുക്കിൻ്റെ പേരാണ് ഡോൾസ് ഹൗസ്, മൈ സ്റ്റോറി. പിന്നെ മൈ സ്റ്റോറി ഈസ് ഓൾസോ ബുക്കിൻ്റെ നെയിം തന്നെയാണ്. നിങ്ങൾ മൈ സ്റ്റോറി എന്ന് കേൾക്കുമ്പോൾ സിനിമയാണെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, മൈ സ്റ്റോറി മാധവിക്കുട്ടിയുടെ എൻ്റെ ഇതെന്നുള്ളത് മാധവിക്കുട്ടിയുടെ ഒരു വർക്കാണ് മൈ സ്റ്റോറി. ലോക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി ഭയങ്കര ഫേമസ് ആയി പോപ്പുലർ ആയിട്ടുള്ളൊരു ഫിലിമാണ് ലോക. അതിൻ്റെയൊക്കെ എല്ലാമൊക്കെ എന്താ ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. ടൈറ്റാനിക് കണ്ടോ, അതൊക്കെ എന്താ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബുക്കിനെ കുറിച്ചൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ചിലവർ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ആ ബുക്കിൻ്റെ പേര് പറയുന്നിടത്ത് ചിലവർ എന്ത് ചെയ്യും, അതങ്ങനെ തന്നെ സ്മോൾ ലെറ്ററിലാക്കി കൊടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഒരു ബുക്കിൻ്റെ പേരായതുകൊണ്ട് ആ ബുക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബുക്കിൻ്റെ പേരിനെ നമ്മൾ ഡബിൾ കൊട്ടേഷൻ മാർക്സിൽ ഇട്ടിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം വരാൻ. ഓക്കെ, മൈ സ്റ്റോറി, ലോക, ടൈറ്റാനിക്, ഇതൊക്കെ എന്താണ് ടൈറ്റിൽസ് ഓഫ് ബുക്സ്, മൂവീസിൻ്റെ പേരൊക്കെയാണ്. നെയിം ഓഫ് ഫെസ്റ്റിവൽസ്. നമ്മളുടെ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട് അല്ലേ. ആ ഫെസ്റ്റിവൽസ് പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഈദ് ഉൽ ഫിത്തർ, ഓണം, ക്രിസ്മസ്. ഓക്കെ, അതൊക്കെ എന്താ COI ഒക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. ദെൻ ഇനി ക്യാപിറ്റലൈസ് ചെയ്യാത്തൊരു സ്ഥലം പറഞ്ഞുതരാം. കോമൺ നൗൺസ് അൺലെസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസസ്. അതായത് സെൻറ്റൻസിൻ്റെ ബിഗിനിങ് അല്ലാതെ ബാക്കി എവിടെയെങ്കിലും ബിഗിനിങ്ങിൽ വരുന്നത് വരെ ഒരിക്കലും നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഓക്കെ, താഴെ എഴുതിയിരിക്കുന്നത് നോക്കിയേ, ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ്. അവിടെ ഡോഗിൻ്റെ D എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, ക്യാപിറ്റലാണ് അല്ലേ. പക്ഷെ അത് റോങ് വേ ആണ്, അങ്ങനെ എഴുതരുത്. അൺലെസ് ഡോഗ് ഈസ് എ നെയിം. അവിടെ ഡോഗിൻ്റെ നെയിമായിട്ട് പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ ബ്രൂണോ ഈസ് സ്ലീപ്പിംഗ്. ബ്രൂണോ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ഡോഗിൻ്റെ പേര് നമ്മൾ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ പേര് മെൻഷൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ ഡോഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാപിറ്റലൈസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല.
അവിടെ ജസ്റ്റ് നമ്മൾ മുകളിൽ എഴുതിയേക്കുന്ന പോലെ ദ ഡോഗ്, ഡോഗിൻ്റെ ഡി സ്മോൾ ലെറ്റർ ആക്കി കൊടുത്താൽ മതി. പക്ഷേ രണ്ടാമത് എഴുതിയതിൽ എന്താണ് ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ് എന്നുള്ളിടത്ത് ഡി ക്യാപിറ്റലാണ്. പക്ഷെ അത് തെറ്റാണ്, വേറൊന്നും കൊണ്ടല്ല. അവിടെ സ്പെസിഫിക് ആയിട്ട് ഡോഗിൻ്റെ പേരെടുത്ത് പറയുവാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ യൂസ് ചെയ്യാം, അല്ലാതെ വെറുതെ ഡോഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഡീൻ്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യേണ്ട. അത് തന്നെയാണ് പറഞ്ഞത് കോമൺ നൗൺ. ഡോഗ് എന്ന് പറയുന്നത് കോമൺ നൗൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കോമൺ നൗൺസ് അൺലെസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ്. ഓക്കെ ഓക്കെ ദെൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ അപ്പോസ്ട്രോഫീസ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് കോമൻറ്റ് ഓൺ യുവർ കോമൻറ്റ് സെഷൻ. ഓക്കെ, ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാമർ പോർഷൻസ് നോക്കാം. സോ താങ്ക് യു.